ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ വീഡിയോയിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാളായി കേട്ടോ. അന്ന് തന്നെ വിചാരിച്ച് ഞാൻ ഉച്ചക്കാക്കുന്നത് ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ആക്കാമെന്ന്. പിന്നെ റെസിപ്പീസ് ഒന്നും വിശദമായിട്ടൊന്നും പറയുന്നില്ല, ഞാൻ ഇതെല്ലാം ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ ഇപ്രാവശ്യം ചക്ക കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാം ചക്ക നല്ലോണം കിട്ടിയിട്ടുണ്ടോന്ന് കമൻറ്റ് ആക്കണേ. എന്ന് വെച്ചാൽ ഭയങ്കര ചക്ക എന്നാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എനിക്കൊരു ചെറിയൊരു പീസ് കിട്ടി, അതിൻ്റെ കുരുവാട് എടുത്ത് വെച്ചു. പിന്നെ ഞാൻ വെച്ച് അത് കട്ടാക്കിയിട്ട് അത് ഫ്രൈ ആക്കാം. പിന്നെ ആ ടൈമിന് തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ചോറ് ഒരടുപ്പത്ത് ചോറും ഒരടുപ്പത്ത് ചക്കക്കുരും പരിപ്പും കൂടിയിട്ടുള്ള ചാറും കൂടിയാണ് വെക്കുന്നത്. അപ്പോൾ അത് രണ്ടും ആക്കിയതിന് ശേഷം അതിൻ്റെ ബാക്കിൽ തന്നെ ബാക്കി എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ എല്ലാം സെറ്റാക്കി വെക്കലാണ്. ഞാൻ ഇതാ ചക്കക്കുരെല്ലാം മുറിച്ച് അതിൽ ഉപ്പും മുളകും മഞ്ഞളും വെളുത്തുള്ളി കറിവേപ്പില അതിലിട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇത് വിശദമായിട്ട് പറയാത്തതെന്ന് വെച്ചാൽ ഇതെല്ലാം എല്ലാവർക്കും അറിയുണ്ടാവും. പിന്നെ ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം സെറ്റാക്കിയിട്ട് വെക്കലാണ്. പിന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു വെളുത്തുള്ളി മുളകും കൂടിയും തയ്യാറാക്കാമെന്ന്. പിന്നെ മീൻ കറി മുളകൂട്ടി അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഇത് കിട്ടീനെ നെങ്ക് കിട്ടീന്. നെങ്ക് എന്ന് വെച്ചാൽ നമ്മളെ മാന്തയില്ല. അപ്പം നിങ്ങളവിടെ എന്താ പറയുകയെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ആക്കണേ. മാന്ത കിട്ടിയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന്. എല്ലാവർക്കും ഫ്രൈ ഈ കറിയും ഇതൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ പച്ചക്കറി കറിയും ഇങ്ങനെ എന്തെങ്കിലും ഫ്രൈ ആക്കിക്കതിനെ കഴിക്കും കേട്ടോ. അങ്ങനെ ഇതാ ചക്കക്കുരുവെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ട് അവിടെ വെച്ചു. അപ്പോൾ ചോറ് ഒരടുപ്പത്ത് കറി, അപ്പോൾ അത് രണ്ടും ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ബേക്കിൽ തന്നെ നമുക്ക് ഈ ചക്കക്കുരു ഫ്രൈ ആക്കൽ അതുപോലെ വെളുത്തുള്ളി മുളക് എല്ലാം പെട്ടെന്ന് ആക്കാമല്ലോ. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി മുളക് ആക്കേണ്ടതിന് വെളുത്തുള്ളിയെല്ലാം ചതച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് തക്കാളിയും പിന്നെ കുറച്ച് മുളക് പൊടി, അധികം മുളക് പൊടിയൊന്നും ഇടുന്നില്ല. ഒരു സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് ഇതും കൈ വെച്ചിട്ട് നന്നായി ഞരടിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല മിക്സ് ആകുന്നത് പോലെയൊക്കെ ഇതിൻ്റെ ടേസ്റ്റ്. ഞാൻ ആദ്യം റെസിപ്പീസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, എന്നാലും ഇരിക്കട്ടെ. അങ്ങനെ ഇതാ നോക്കി എന്നറിയാൻ ഇതാ മുളകും ഇട്ട് ഉപ്പും ഇട്ടതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായി മിക്സാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെളുത്തുള്ളി മുളകാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. എന്ന് വെച്ചാൽ പെട്ടെന്ന് തയ്യാറാവുകയും ചെയ്യും, അതുപോലെ ഭയങ്കര ടേസ്റ്റും ആയിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഞാൻ പിന്നെ ഇത് ചെയ്തതിന് ശേഷം പിന്നെ മറ്റുള്ള വെളുത്തുള്ളി മുളകൊന്നും ഞാൻ ആക്കലില്ല, ഇങ്ങനത്തിന് ഉണ്ടാക്കൽ. അങ്ങനെ ഇതാ നോക്കിയേ, ഇത് കൈ വെച്ചിട്ട് നല്ലവണ്ണം ഞരടിയിട്ട് സെറ്റാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എന്നും ഇതുപോലെയൊന്നും ഉണ്ടാവില്ല. എന്നും എന്താ വെച്ചാൽ സാധാരണ ഒരു ചോറും ഒരു കറിയും ഒരു പൊരിച്ചും ഉണ്ടാവും, വേറെ ഇങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ചില ടൈമിന് എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വറുക്കുകയും ചെയ്യും കേട്ടോ. വറുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ തോരനില്ലേ, തോരനാക്കുകയും ചെയ്യും. എന്താ ഇതും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഒരടുപ്പത്ത് ചോറും ഒരിടത്ത് കറിയും വെച്ചിന്. ഇത് നോക്കിയ ചോറിൽ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ അടുപ്പത്ത് തന്നെ ഈ ചക്കക്കുരുവും വെളുത്തുള്ളി മുളകെല്ലാം വെക്കുക കേട്ടോ. ഇത് നോക്കിയേ, ഞാൻ രണ്ടടുപ്പത്തായിട്ട്, അതുകൊണ്ടാണ് രണ്ട് പാർട്ടായിട്ട് കാണിച്ചത്. രണ്ടടുപ്പത്തായിട്ട് വെച്ചത്, രണ്ടടുപ്പത്തല്ല ഒരടുപ്പത്ത് തന്നെ ഒന്ന് കഴിഞ്ഞിട്ട് 1 by 1 ആയിട്ട് വെച്ചത്. പിന്നെ ഒരു സമയം തന്നെ കുറേ വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ആക്കുന്നത്. പിന്നെ വെളുത്തുള്ളി മുളക് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണേ ആക്കാൻ. പിന്നെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നല്ല സ്മെല്ല് വരുന്നേരം അപ്പോൾ തന്നെ ഓഫാക്കിയിട്ട് അടുപ്പൊന്ന് മാറ്റണം കേട്ടോ. പിന്നെ ഈ ചക്കക്കുരു കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി വഴറ്റി, ചട്ടം വെച്ചിട്ട് നന്നായി വഴറ്റിയിട്ട് ചെറുങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കരുത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതാ ഞാനിവിടെ കറിയിലേക്ക് വേണ്ട അരപ്പും പിന്നെ കടുകും മുളക് കറിവേപ്പിലെല്ലാം കൂടി പൊട്ടിച്ചിട്ടും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നങ്കും കൂടി പൊരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.